ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. നമ്മളിന്ന് ലിയോണേനെയും കൂട്ടി ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടെന്നല്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ബീച്ചിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഓണത്തിനാണ് നമ്മൾ ബീച്ചിലേക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. അപ്പം വീട്ടിലുള്ള എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ലിയോണ മാത്രം അവിടെ ഒറ്റയ്ക്കാവും. അവളെന്തായാലും ഒറ്റയ്ക്ക് അവിടെ നിൽക്കില്ല. ഒറ്റയ്ക്കാകുമ്പോൾ അവൾക്ക് എന്തായാലും പേടിയാണ്. അതുകൊണ്ട് എവിടെ പോകുമ്പോഴും അവളെ കൊണ്ടുപോകും. അല്ലെങ്കിലും നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവളെയും ലിയോനെയും കൊണ്ടുപോകാറുണ്ട്. നിങ്ങളും ഡോഗ് പാരൻസിന് അറിയാം, നമ്മളിങ്ങനെ ഡോഗ്സിനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവളിത് ഭയങ്കര നമ്മൾ പോകുന്നതിനെക്കാട്ടും മുന്നിൽ അവൾക്ക് ഓടണം എന്നുള്ള വെപ്രാളത്തിലാണ് ഇങ്ങനെ ചാടി കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അവസാനം അൻവീൻ്റെ അടുത്ത് കൊടുത്തു. അൻവിയാണ് ലിയോനെയും കൊണ്ട് നടക്കുന്നത്. ഫുള്ള് അൻവീൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ലിയോ ഉണ്ടായിരുന്നത്. അവന് മാത്രമാണ് അന്ന് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത്രയും ഹാപ്പി ആയിട്ട് ഭയങ്കര പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരുടെയും മണത്ത് നോക്കി എല്ലാവരുടെയും കണ്ടറിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് അവൾ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അവളെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടെ നോക്കുക, എല്ലാവരും മാറി നിൽക്കുക. പേടിയാവുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഒരു ഹസ്കി ഡോഗ് അങ്ങനെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഫെമിലിയർ ആണെങ്കിലും പണ്ടൊന്നും അത്ര ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഇവളെ സൈസൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും ഉപദ്രവിച്ചാലോന്ന്. പക്ഷേ പാവമാണ് എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഒരു റെയിൽവേ ട്രാക്കൊക്കെ ഇപ്പോൾ ഹൈവേ കടന്നു. ഇനിയിപ്പോൾ നമുക്കൊരു റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ആ റെയിൽവേ ട്രാക്ക് കടക്കണം. അപ്പോൾ പെട്ടെന്നൊരു ട്രെയിന് കണ്ടിട്ടാണ് ഒരാൾ ഇവിടെ സ്റ്റോപ്പായത്. ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ സ്റ്റോപ്പായി ഇങ്ങനെ ബാക്കോട്ട് നിന്നെടുത്തുനിന്ന് തിരിഞ്ഞ് നടക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ട്രെയിന് പോയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതാണ്. ലിയോ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഉഷാറോടെ ക്രോസ് ചെയ്യുകയും എല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പം ലിയോണാണെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലാവുന്ന സമയത്ത് കയറ് പൊട്ടിച്ചോടലാണ് ഏറ്റവും ഉള്ള ഹോബി എന്ന് പറയുന്നത്. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇവളെ. അവൾ ഉപദ്രവിക്കില്ലെങ്കിൽ അവർക്കൊക്കെ പേടിയാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ കിട്ടുന്ന ചാൻസിന് കയറ് പൊട്ടിച്ചോടും. വല്ലപ്പോഴൊക്കെ കൂട്ടിലിടുള്ളൂ, അധികവും വീട്ടിനകത്താണ്ടാവുക. അമ്മേറ്റം ഡോറ് തുറന്നു പോയിട്ടുണ്ട്. ആ ചാൻസിന് ഓടിക്കളയും. എന്നിട്ട് നമ്മൾ പോയി പിടിച്ച് കൊണ്ടുവരണം. ഇതാണ് സ്ഥിരം ഹോബി. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കിട്ടിയ ചാൻസിന് അവൾക്ക് ഇങ്ങനെ എപ്പോഴും കറങ്ങി നടക്കാനാണ് ഇഷ്ടം. ഹസ്കി ഡോഗ് ബ്രീഡ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഇവരുടെ ഇങ്ങനെയുള്ളൊരു ബിഹേവിയർ. ഇത് ഇവരുടെ തന്നെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നുണ്ട്. ഈ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഓടിക്കളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലേക്ക് ഓടി കളിക്കുക, കിട്ടുന്ന ചാൻസിന് ഇറങ്ങി ഓടുക. വിളിച്ചാൽ കുറച്ച് മടിയും കുറച്ച് കുസൃതിയും കളികളൊക്കെ ഭയങ്കര കൂടുതലാണ്. കുറുമ്പ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിലാണ് ഈ ബ്രീഡിനെന്ന് പറയുന്നത്. പക്ഷേങ്കിൽ പാവാണ്, അങ്ങനെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല. ഭയങ്കര അനുസരണയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അൻവിൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ കൊണ്ട് നടക്കുകയാണ്. ഓടാനും ചാടാനൊക്കെ അവൻ മതി. അങ്ങനെ നമ്മൾ കാടും മലയും തോടൊക്കെ ട്രെയിനും ട്രാക്കും ഒക്കെ കണ്ട് നമ്മൾ അങ്ങനെ ബീച്ചിലെത്തി. കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല. കുറേ വണ്ടികളൊക്കെ വരുന്ന സമയത്തും ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഡോഗ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇനി ബീച്ചിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുക. കുറേ ആൾക്കാർ ഓണായതുകൊണ്ടും ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവളെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കൂടിയാണ് ഫസ്റ്റൊക്കെ നോക്കിയത്. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവരും അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പം ഇവിടെ ബീച്ചിൽ വെച്ച് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ബീച്ചിലുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്